സൗത്ത് ഇന്ത്യയിൽ 600 ആളുകൾ, അതിൽ 106 ആളുകൾ ഈ കേരളത്തിലാണ്. അതിൽ ദീർഘഹ്രസ്വകാല വിസയും അതുപോലെ തന്നെ ചികിത്സക്ക് വന്നവരെല്ലാം ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് വളരെ വൈകാരികമായി എടുത്ത തീരുമാനം എന്ന നിലയിൽ പാക് പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണമെന്നുള്ള അതിശക്തമായ തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അട്ടാരി വാഗ അതിർത്തി വഴി ഏകദേശം 786 ആളുകളെ, അതിൽ 55 ഡിപ്ലോമാറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ ഒരു അഴകൊഴമ്പൻ സമീപനമാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് ഇത്തരമൊരു ദേശസ്നേഹ പ്രചോദിതമായ ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. ഇവർ ഉടനെ ഇന്ത്യ വിടണം എന്നുള്ളതാണ് ഈ ധർണയുടെ വികാരം. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്ന് വന്ന റോഹിംഗ്യൻ ബംഗ്ലാദേശികളായിട്ടുള്ള തീവ്രവാദികളെ ഈ അടുത്ത ദിവസം കാഞ്ഞങ്ങാട് നിന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തുരത്തിയോടിക്കുന്ന പാക് പൗരന്മാരുൾപ്പെടെയുള്ളവർ പിണറായി വിജയന്റെ കേരളത്തിൽ തട്ടകമാക്കി മാറ്റുന്നു എന്നുള്ള ഗുരുതരമായ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ ധർണാ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം ഏറ്റവും ശക്തമായി നടന്നത് കോൺഗ്രസിന്റെ സുവർണകാലത്തായിരുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2007 ഉത്തർപ്രദേശിൽ ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കം നടന്നു. അന്ന് ഏകദേശം 32 പാകിസ്ഥാനികൾ ആ ക്രിക്കറ്റ് കാണാൻ വരികയും അതിൽ 28 ആളുകൾ മുങ്ങുകയും ചെയ്തു. അവരെ കാണാനില്ല. കോൺഗ്രസിന്റെ പ്രതാപകാലത്തായിരുന്നു ഈ രാജ്യത്ത് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ നടന്നിരുന്ന ഏറ്റവും വലിയ ഇന്ത്യ പാക് ബായി ബായി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ച് പ്രോത്സാഹിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനികൾ വന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിവാഹം ചെയ്ത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ അറബി കല്യാണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് ഗൾഫ് നാടുകളിൽ നിന്ന് അറബികൾ വന്ന് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ കല്യാണം കഴിച്ച് ആഴ്ചകളോളോ മാസങ്ങളോളോ നിന്ന് മൊഴി ചൊല്ലിപ്പോകുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ അറബി കല്യാണം പോലെ പാക് കല്യാണം, ആ പാക് കല്യാണത്തിന്റെ സുവർണകാലമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനുമെല്ലാം ഉള്ള പ്രശ്നങ്ങളോട് ഒരു അഴകൊഴമ്പൻ സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതി. ഏറ്റവും അവസാന പഹൽഗാം ദുരന്തം നമ്മൾ കണ്ടു. ഇസ്ലാമിക തീവ്രവാദികൾ മതം ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് കലിമ അറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നറിയാത്തവരെല്ലാം കൊന്നു. വളരെ ക്രൂരമായിട്ടാണ്. എന്തായിരുന്നു പാക് ഇസ്ലാമിക തീവ്രവാദികളുടെ ഉദ്ദേശം? കലിമയുടെ പേരിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് ഇവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആവേശകരമായ അനുഭവം സാക്ഷാൽ കാശ്മീരിൽ നിന്നുണ്ടായി. കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ മുർദാബാദ്, പാകിസ്ഥാൻ
ജിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാഴ്ചയാണ് കാശ്മീരിൽ നമ്മൾ കണ്ടത്. എന്തായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്? കാശ്മീരിലെ ചെറുപ്പക്കാർ നല്ല കരിങ്കല്ലുമായി പോലീസിന്റെ പട്ടാളത്തിന്റെ കണ്ണു നേരെ എറിഞ്ഞിരുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു. അന്ന് പാക് പതാക കാശ്മീരിന്റെ തെരുവുകളിൽ പൊങ്ങിയിരുന്നു. ഇന്ന് അത് മാറിയിരിക്കുന്നു. അവിടുത്തെ ചെറുപ്പക്കാർ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ കാശ്മീരിലെ വികസനം, പ്രത്യേകിച്ച് ടൂറിസം ഒരു വലിയ പ്രസ്ഥാനമായി മാറിയപ്പോൾ പണ്ട് കല്ലുമായി പട്ടാളത്തിന്റെ കല്ലെറിയാൻ ചെന്ന ചെറുപ്പക്കാർ പൂക്കളുമായി ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കാശ്മീരിൽ വലിയ മാറ്റമുണ്ടായി. ഇന്ത്യയുടെ ശത്രുക്കൾ, ജിഹാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യയെ തമ്മിലടിപ്പിക്കാൻ അവർക്ക് കാശ്മീരിൽ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ചില കോൺഗ്രസ്സുകാർ പറയുന്നത്, KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തേ തിരിച്ചടിക്കാത്തത് എന്ന്. മിസ്റ്റർ KC വേണുഗോപാൽ, ഉറി സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ച് അവരുടെ അകത്ത് കയറി ആക്രമണം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ച ആളാണ് നിന്റെ നേതാവ് KC വേണുഗോപാലിന്റെ നേതാവ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിലൊന്നും വലിയ അർത്ഥമില്ല, വലിയ പുതുമയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യം പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനം വന്ന വാർത്ത നിങ്ങൾ കണ്ടിരിക്കും. ജലം നദിയിലെ അണക്കെട്ട് ഷട്ടറുകൾ താണിരിക്കുന്നു. പാകിസ്ഥാനിലെ നീരൊഴുക്ക് കുറഞ്ഞു വരുന്നു. തീവ്രവാദികളെ, ലോകത്തിലെ മനുഷ്യരുടെ ശത്രുക്കളെ, ഇസ്ലാമിക തീവ്രവാദികളെ, നിങ്ങൾ വെള്ളം കിട്ടാതെ, വെള്ളമിറങ്ങാതെ മരിച്ചു വീഴുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ രാജ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഋഗ്വേദവചനങ്ങളുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നരേന്ദ്രമോദിയുടേത്. ഭൂമിയോളം ശ്രമിച്ചു. എന്നാൽ ഏറ്റവും ഭയാനകമായി ഈ രാജ്യത്തെ മനുഷ്യരെ നിഷ്ഠുരമായി മതത്തിന് പേരിൽ കൊന്നൊടുക്കിയ ഈ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ മറുപടി നൽകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളൊന്നാണ് പാക് പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടുക എന്നുള്ളതാണ്. 5000-ഓളം ആളുകളുണ്ട്. അതിൽ 104 ആളുകൾ ഇവിടെയാണ്. ഏകദേശം 55 ഡിപ്ലോമാറ്റ്സുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായി പാക് പൗരന്മാരെ പറഞ്ഞയക്കുന്നതിൽ ഒരു അമാന്തം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു അഴവഴമ്പൽ സമീപനം കാണിക്കുന്നു എന്നുള്ള ശക്തമായ വികാരം ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഈ പാക് പൗരന്മാരെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് ഈ ധർണാ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ, സാംസ്കാരിക, നമ്മുടെ വ്യാവസായിക രംഗത്ത് വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ പുരോഗതി കാണുമ്പോൾ, ആ പുരോഗതി കണ്ടിട്ട് നമ്മുടെ ചില ശത്രുക്കൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈന ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയോട് അസൂയവും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവമുണ്ട്. ആ മനോഭാവം കൊണ്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക കരുത്താണ് ഇന്ത്യ. അതുകൊണ്ട് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ധർണാ സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ള ദേശസ്നേഹ പ്രചോദിതമായ തീരുമാനത്തിന് വേണ്ടി, ആ തീരുമാനം ഇന്ത്യയിൽ, കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇന്ന് ഈ ധർണയുടെ ഭാഗമായി കണ്ണൂർ കലക്ടറെ കണ്ടുകൊണ്ട് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പാക് പൗരന്മാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മറ്റും നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ ഈ നാട് കടത്തുന്നില്ലെങ്കിൽ കലക്ടർ ഉൾപ്പെടെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് ഉത്തരവാദികളായിരിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം
ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.